ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ആൻസേഴ്സ് എന്നും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് എഴുതിയത് എന്നൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിർദ്ദേശങ്ങളൊന്നും വായിക്കുന്നില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനം തന്നെയായിരുന്നു. പാതയെ വിലങ്ങി വലിയൊരു വൃക്ഷം വീണു കിടക്കുന്നു. അത്യന്തികം ഈർപ്പമുള്ള അതിൻ്റെ വേരുകളിൽ നിന്ന് തായ്തടിയിൽ നിന്നും ജലം കിരിഞ്ഞു കൊണ്ടിരിക്കുന്നു. തടിയിലാകെ ചെറിയ ദളങ്ങളോട് കൂടിയ പൂക്കൾ. അതൊരു പടർന്നു കയറുന്ന ചെടിയായിരുന്നു. ആ വൃക്ഷത്തെ ഒന്നാകെ പൊതിഞ്ഞു നിന്നിരുന്ന ചോലക്കാടുകളിൽ അധികവും മൃദുലവും ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങളായിരിക്കും. ഏതാണ്ട് സ്പോഞ്ച് പോലെ തോന്നിക്കുന്നവ. പൂപ്പലുകളും ചെറിയ കുമിളകളുമൊക്കെ അവയിൽ കാണാം. താപനില കുറവായ ചോലക്കാടുകളിൽ എവിടെ നോക്കിയാലും നീരൊഴുക്കുകൾ കാണാം. കാടിനകത്തളം മുഴുവൻ പൊഴിഞ്ഞു വീണ ഇലകളാൽ ഈർപ്പമാർന്ന ജലമെത്തകൾ പോലെ കാണാം. ആ ഇലകളൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അനേക സൂക്ഷ്മജീവികൾ. വൃക്ഷങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായൽ സൂക്ഷ്മതയോടെ അടർത്തി മാറ്റിയാലാകട്ടെ അതിനിടയിൽ ചെറു ജീവനുകളെ കാണാം. കുറഞ്ഞ ജലലഭ്യതയുടെ ഇടങ്ങളിൽ ഇത്തരം കാഴ്ചകളൊന്നും അധികം കാണുവാനാകില്ല. അവിടെ നേരിട്ട് സൂര്യപ്രകാശം വീഴുകയാണെങ്കിൽ മണ്ണ് വല്ലാതെ വരണ്ടുപോകും. എങ്കിലും ചോലക്കാട് വേഗതയോടെ അവിടെ പുതുനാമ്പുകൾ മുളപ്പിച്ച് ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വർഷക്കാലമാകുമ്പോൾ തൈകൾ വേഗതയോടെ വളർന്നു വന്ന് കാടിൻ്റെ തുറന്ന മേലാപ്പ് അടച്ചു കളയുവാൻ ശ്രമിക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിന് കാടിൻ്റെ തറയിലേക്ക് നേരിട്ട് പതിക്കുവാനാകാതെ വരും. കാട് അതിൻ്റെ സ്വാഭാവികാവസ്ഥയിലേക്ക് തിരികെ എത്തുകയായി. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ എ ചോദ്യം, മൃദുലമായ ആവരണങ്ങളോട് കൂടിയ വൃക്ഷങ്ങൾ എന്ന പ്രസ്താവനയ്ക്ക് യോജിച്ചത് കണ്ടെത്തുക. ചോലക്കാടുകൾ കാണാൻ കഴിയും, കാടുകളിൽ കാണാൻ കഴിയും, കാടിൻ്റെ പരിസരങ്ങളിൽ കാണാൻ കഴിയും, നാട്ടുവഴികളിൽ കാണാൻ കഴിയും. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ചോലക്കാടുകളിൽ കാണാൻ കഴിയും എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബി, തന്നിരിക്കുന്ന ഗദ്യഭാഗത്തിൻ്റെ ആശയത്തോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് ഏത്? എ, വിവിധതരം മരങ്ങളും അവയുടെ പ്രത്യേകതകളും. മരങ്ങളും ചെറുജീവികളും ചേർന്ന കാടിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി, മരത്തടികളുടെ പ്രായം, ബലം, വലുപ്പം എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മരങ്ങളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളും അവയുടെ ആഹാരവും. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, മരങ്ങളും ചെറുജീവികളും ചേർന്ന കാടിൻ്റെ സ്വാഭാവിക പരിസ്ഥിതി എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സി ചോദ്യമാണ്, ഭൂമിയുടെ ഈർപ്പം നിലനിർത്താൻ പ്രകൃതി നിരന്തരം ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ധാരാളം മഴ പെയ്യിപ്പിച്ച്, പുതുനാമ്പുകൾ മുളപ്പിച്ച്, ജലം ഒഴുകിപ്പോകുന്നതിനെ തടഞ്ഞ്, ഇലകൾ കൊണ്ട് പുതപ്പുണ്ടാക്കി. ഏതാണ് ഉത്തരം? ഉത്തരം പുതുനാമ്പുകൾ മുളപ്പിച്ച് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഡി ചോദ്യം, കാടിൻ്റെ ജൈവ പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത ഗണം ഏത്? സൂര്യപ്രകാശം, വൃക്ഷങ്ങൾ, പായൽ, തളിര്. ഓപ്ഷൻ ബി സൂര്യപ്രകാശം, സ്പോഞ്ച്, പായൽ, തളിര്. ഓപ്ഷൻ സി സൂര്യപ്രകാശം, വൃക്ഷങ്ങൾ, പൂപ്പല്, തളിര്. ഓപ്ഷൻ ഡി സൂര്യപ്രകാശം, നീരൊഴുക്ക്, വൃക്ഷങ്ങൾ, തളിര്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, സൂര്യപ്രകാശം, സ്പോഞ്ച്, പായൽ, തളിര്. എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെയായിരിക്കും ഉത്തരം എഴുതിയിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ശീർഷകത്തിൻ്റെ ഔചിത്യമാണ്. എനിക്കിവിടെ സുഖം തന്നെ, നല്ല ഭക്ഷണം, കുളി, മഴയും വെയിലും കൊള്ളാതെ ഉറക്കം, ഇടയ്ക്കൊരു കുര, വാലാട്ടൽ, കഴുത്തിൽ ബെൽറ്റും കനത്ത ചങ്ങലയും ഉണ്ടെന്നേ എനിക്കിവിടെ സുഖം തന്നെ. നൽകിയിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് ശീർഷകം നൽകി ഔചിത്യം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയുക ശീർഷകം നിങ്ങൾക്ക് കൊടുക്കാം. എന്താണ്? ചങ്ങലയിട്ടയിലെ സന്തോഷം, അല്ലേ? ചങ്ങലയിലെ സന്തോഷം എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് കൊടുക്കാവുന്നതാണ്. അതെന്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നും കൂടെ പറയണം. ഇപ്പം ചങ്ങലയിലെ സന്തോഷം എന്ന് പറയുമ്പോൾ ചങ്ങലിട്ട് കഴിഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്താണ്? ചങ്ങലയിട്ടപ്പോഴും കഴുത്തിൽ ബെൽറ്റ് ഉള്ളപ്പോഴും എങ്ങനെയാണെങ്കിലും എന്താണ് നല്ല കുളിയും നല്ല വെയിലും മഴയും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ അയാളുടെ കാഴ്ചപ്പാടിൽ ആ ഒരു സുഖം അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാം. ഇനി ബി ചോദ്യം, കുട്ടി, അച്ഛാ നക്ഷത്രം പറക്കുന്നു, ഹായ് എന്തു രസം. സംഭാഷണത്തിൽ നക്ഷത്രവുമായി ബന്ധപ്പെട്ടത് ഏത്? ചന്ദ്രനും നിലാവും, മിന്നാമിനുങ്ങും തിളക്കവും, പ്രാണിയും ചിറകുകളും, രാത്രിയും ആകാശവും. ഏതാണ്? മിന്നാമിനുങ്ങും തിളക്കവും എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. സി പ്രസ്താവന ശരിയോ തെറ്റോ? കോമൺ ത്രോയുടെയും പ്ലെയിൻ ടൈഗറിൻ്റെയും ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നും. പൂർണ്ണമായും ശരി, പൂർണ്ണമായും തെറ്റ്. അതുപോലെ തന്നെ ഭാഗികമായി ശരി, ഇലകൾക്ക് പച്ച നിറം. ഇവിടെ കോമൺ ത്രോയും പ്ലെയിൻ ടൈഗറും എന്നൊക്കെ പറയുന്നത് പൂമ്പാറ്റകളുടെ പേരുകളാണ്. അവ ചിറക് പൂട്ടിക്കഴിഞ്ഞാൽ ഇലകൾ ഉണങ്ങിയ പോലെ നിറമായിട്ട് തോന്നുമെന്നത് പൂർണ്ണമായും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ചുവടെ കൊടുത്ത 3A 3B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. 3A വിശകലന കുറിപ്പാണ്. പന്ത് കായ്ക്കും കുന്ന്. കുന്നിടിച്ചു നിരത്തുന്ന യന്ത്രമേ, മണ്ണ് മാന്തിയെടുക്കുന്ന കൈകളിൽ പന്ത് പോലൊന്ന് കിട്ടിയാൽ നിർത്തണേ, ഒന്ന് കൂകി വിളിച്ചറിയിക്കണേ, പണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടതാണടോ പന്തു കായ്ക്കും മരമായി വളർത്തുവാൻ. മോഹനകൃഷ്ണൻ കാലടി എഴുതിയതാണ്. വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അവിടെ എന്താണ്? പന്ത് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അപ്പം ഇന്നെന്താണ്? അത് കുന്നൊക്കെ ഇടിച്ച് നിരപ്പാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മണ്ണുമാന്തിയോട് പറയാണ്, നിങ്ങൾക്ക് ഇത് ഇടിച്ച് നിരപ്പാക്കുമ്പോൾ അവിടെ നിന്ന് പന്തോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തരണേ എന്ന് പറയാണ്. ഞങ്ങൾ പന്ത് കായ്ക്കും മരമായിട്ട് ഇത് വളർത്താൻ വേണ്ടി വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കാലങ്ങളുടെ സമ്മർദ്ദം മൂലവും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളും കാരണമാണ് ഇതിപ്പോൾ നിരത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്താ പറയുക, പൊതു താല്പര്യത്തിനനുസരിച്ചിട്ടായിരിക്കും. എന്തായാലും പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ പ്രകൃതിയുടെ ചൂഷണത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി 3B താരതമ്യ കുറിപ്പാണ്. പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുലുകി നീക്കി പുലരൊളി മാമണ ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. ശ്രേണി നിരയാണ്. ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ പ്രകൃതി ഭംഗി നമ്മൾ ആസ്വദിച്ചു. രമണനിലെ വരികളും ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്നത് കടത്തനാട് മാധവൻ കുട്ടിയുടെയാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ്? അവിടെ പ്രകൃതി എന്ന് പറയുന്നത് എത്രത്തോളം ഭംഗിയുള്ളതാണെന്നും അവിടെ വെയിൽ വരുമ്പോൾ സംഭവിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെയും എന്താണ് പ്രകൃതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുതുമൂടൽ മഞ്ഞല പുലുകി നീക്കി, മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് പുളകം പോലെ നൽകുന്ന ഒന്നാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇവിടെ എഴുതാൻ. ഇനി ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. 4A എന്ന് പറയുന്നത് ആസ്വാദന കുറിപ്പാണ്. മഴ മറന്നത്. മയിലുകൾ പറഞ്ഞിരുന്നു അവർ നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മഴ പറന്നെത്തുമെന്ന്. തവളകളും പറഞ്ഞു അവരുടെ കരച്ചിൽ കേട്ടാൽ മഴ ഓടിയെത്തുമെന്ന്. പക്ഷേ എന്താണ്? കാറ്റ് പറഞ്ഞാൽ അറിയുന്നത് മഴയ്ക്കിപ്പോൾ ഇവരുടെയൊന്നും ഭാഷ മനസ്സിലാകാറേ ഇല്ലെന്ന്. EN ഷീജ എഴുതിയതാണ്. പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന സന്ദേശമാണല്ലോ ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടൊന്നിന് വന്നാൽ എന്ന യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ കവിത ആസ്വദിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രകൃതിയും മനുഷ്യനും അല്ലെങ്കിൽ പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിൽ, മനുഷ്യൻ എന്ന് പറയുന്നതും ഒരു ജീവജാലം തന്നെയാണ് അല്ലേ, അവർ തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം പ്രകൃതിയെ ആസ്വദിക്കുന്നത് ഈ ജീവജാലങ്ങൾ തന്നെയാണ്, പ്രകൃതി തന്നെയാണ് അവരെ ഉണ്ടാക്കുന്നതും അവരതിൽ തന്നെയാണ് ഇല്ലാതായി മാറുന്നതും. മനുഷ്യനാണെങ്കിലും മണ്ണിൽ തന്നെയാണ് അലിഞ്ഞു ചേരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സന്ദേശമാണ്. പക്ഷേ അതിനിടയിലുള്ള ജീവിതത്തിനിടയിലാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും പ്രകൃതിയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ പറയുന്നത് കാറ്റ് പറയുന്നതും ബാക്കിയുള്ളതൊന്നും പ്രകൃതിയെ തമ്മിലുള്ളത് മാത്രം അവർക്ക് മനസ്സിലാകുന്നത്. പ്രകൃതിയിലെ ജീവജാലങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമാണെങ്കിലും ഇന്ന് അവർ പരസ്പരം ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയാം. ഇനി ഇതിലെ 4B എന്ന് പറയുന്നത് നോക്കത്താ ദൂരത്തോളം പൂക്കളുടെ മല. വസന്തത്തിന്റെ ഉത്സവമാണ് മൂന്നാറിലെ കുറിഞ്ഞിപ്പൂക്കൾ. മൂന്നാറിലെ കുന്നുകളും കുറിഞ്ഞിപ്പൂക്കളെയും നിങ്ങൾ പരിചയപ്പെട്ടു. കണ്ടും കേട്ടും വായിച്ചും ആസ്വദിച്ച ഒരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിക്കുക. അപ്പോൾ മൂന്നാറിന്റെ ഭംഗിയെ കുറിച്ച് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ, സുഗതകുമാരി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ കണ്ട ഏതെങ്കിലും പ്രകൃതിയുടെ ഭംഗിയെ കുറിച്ചിട്ടാണ് ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തോ അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട ഏതെങ്കിലും ഒരു പ്രകൃതി ഭംഗിയെ കുറിച്ച് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 5ാമത്തേത് കഥാപാത്ര നിരൂപണമാണ്. പിക്ലുവിനെയും ചേട്ടനായ ടോട്ടോനെയും ഓർമ്മയില്ലേ? ടോട്ടൻ കഥാവസാനം പക്ഷികളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു. ടോട്ടന്റെ രൂപം, വേഷം, പ്രായം, സ്വഭാവം, കിളികളോടുള്ള ഇടപെടൽ തുടങ്ങിയവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ പിക്ലു എന്ന കുട്ടിയെ നമുക്കറിയാം. പിക്ലുവിൻ്റെ ചേട്ടനെയും കുറിച്ചറിയാം. ചേട്ടനായിരുന്നു പക്ഷിയെ കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നത്, സ്വാതന്ത്ര്യം നിഷേധിച്ചു നോക്കി അല്ലേ. പക്ഷെ അവസാനം ചേട്ടന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി പത്രവാർത്തയാണ്. ഗവൺമെൻറ് UPS മേലെപ്പറമ്പ് ബഷീർ ദിനാചരണമാണ് സുൽത്താൻ്റെ ലോകം. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. വിദ്യാലയത്തിൽ നടന്ന ബഷീർ ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബാനറാണ് നൽകിയിരിക്കുന്നത്. ബാനറിനെ ആസ്പദമാക്കി ദിനാചരണത്തിന് ശേഷമുള്ള പത്രവാർത്ത തയ്യാറാക്കുക. പത്രവാർത്ത എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? സുൽത്താൻ്റെ ലോകം എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഇത് ഏതാണ് സ്ഥലം? മേലെപ്പറമ്പാണ് അല്ലേ.
അപ്പോൾ മേലെപ്പറമ്പ് 2025 ജൂലൈ 5 രാവിലെ 10 മണിക്ക് സുൽത്താൻ്റെ ലോകം എന്ന ബഷീർ ദിനാചരണം നടന്നു. ഡോക്ടർ രാജൻ മേലെപ്പറമ്പ് എന്ന എഴുത്തുകാരൻ, പ്രശസ്തനായ എഴുത്തുകാരനാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം, ബഷീർ പുസ്തക പ്രകാശനം, ബഷീർ പ്രശ്നോത്തരി എന്നിവ തുടങ്ങിയ കലാപരിപാടികളും നടന്നു. കൂടാതെ വിദ്യാർത്ഥികളുടെ ബഷീർ ദിനാചരണ പരിപാടികൾ, മറ്റു കലാപരിപാടികളും നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാം. പിന്നെ എന്തെങ്കിലും ഒരു സന്ദേശം കൂടെ, മലയാളത്തിൻ്റെ എക്കാലവും മറക്കാനാവാത്തതും എന്നും ആളുകൾ ഓർത്തിരിക്കുന്നതുമായ ഒരു പ്രധാന കഥാപാത്രമാണ് ഇദ്ദേഹം എന്ന് ഉദ്ഘാടനം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിരുന്നു, എല്ലാവർക്കും നല്ല മാർക്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാളത്തെ എക്സാമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.